ശ്രീ പി എം സുരേഷ് ബാബു, അദ്ദേഹം ഇടത് പ്രതിനിധിയാണ്. ശ്രീ പി എം സുരേഷ് ബാബു, ഇതിൽ അടിമടി ദുരൂഹത സംശയിക്കപ്പെടുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ദുരൂഹതയുണ്ട്. വളരെ കൃത്യമായ ഒരു സ്വർണ്ണ കവർച്ച എന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. കൃത്യമായ ഒരു മറുപടി ദേവസ്വം ബോർഡിൽ നിന്നുണ്ടാകുന്നില്ല, ദേവസ്വം മന്ത്രിയിൽ നിന്നുണ്ടാകുന്നില്ല, മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ് ഒരു മറുപടിയും പറയാൻ കഴിയാത്തത് ഈ സംഭവത്തിൽ? ശ്രീ പി എം സുരേഷ് ബാബു. അങ്ങനെ കേരളത്തിൻ്റെ മന്ത്രിക്കോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോ ഉത്തരവില്ലാത്ത ഒരു അവസ്ഥയാണെന്ന് ഞാൻ കരുതുന്നില്ല, ജനങ്ങളും കരുതുന്നില്ല. അവർക്ക് കൃത്യമായ എല്ലാ കാര്യത്തിലും ഉത്തരവുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ മെമ്പർമാർ ചേർന്നുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേയും ജനങ്ങളുടെ മുമ്പിൽ കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു നിലപാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നായാലും എടുത്തിട്ടുള്ളത് ഇത്തരം പരാമർശങ്ങൾ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടും ഈ കാര്യത്തിൽ അന്തിമമായി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇടപെടലുകൾ ഉണ്ട് എന്നതുകൊണ്ടും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയോട് സമഗ്രമായ ഒരു അന്വേഷണം 1998 ശ്രീ വിജയ് മല്യ എന്ന കോർപ്പറേറ്റ് ധനികനായിട്ടുള്ള അന്നത്തെ ധനികനായിട്ടുള്ള UB ഗ്രൂപ്പിൻ്റെ ചെയർമാൻ നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക്, ഈ ആരാധനാലയത്തിലേക്ക് തന്നിട്ടുള്ള സ്വർണവും അല്ലെങ്കിൽ സ്വർണം പൂശിയിട്ടുള്ള വസ്തുതകളും തുടങ്ങി അത് നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നഷ്ടപ്പെടാതിരിക്കുകയോ കവർച്ച ചെയ്യുകയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള ഒരു അന്വേഷണവും നടത്തി പഠിച്ച് ജനങ്ങളുടെ മുമ്പിൽ പുറത്തേക്ക് കൊണ്ടുവരണമെന്ന ഒരു അപേക്ഷ കേരളത്തിൻ്റെ ഹൈക്കോടതിക്ക് മുമ്പിൽ അവർ സമർപ്പിക്കുന്നുണ്ട്. അതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. അതാണ് കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും നിലപാട്. പിന്നെ മറുപടിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അത് ഒരു വാചക ഭംഗിയായി ഒരു മറുപടിയില്ലാതെ മൗനം ദീക്ഷിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാവുന്നതേ ഉള്ളൂ. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ദേവസ്വം കമ്മീഷണറായി പിരിഞ്ഞിട്ടുള്ള ആൾ, അദ്ദേഹം വളരെ വ്യക്തമായി കുറേ കാര്യങ്ങൾ ദേവസ്വം മാനുവൽ വെച്ചുകൊണ്ട് നമ്മളുടെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ, പ്രേക്ഷകരുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനത് വളരെ സസൂക്ഷ്മം കേൾക്കുകയും ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. എനിക്കറിയില്ല. ദേവസ്വം മാനുവൽ അനുസരിച്ചാണോ ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റിയിലേക്ക് ഇങ്ങനെ ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്ന സാഹചര്യം ഉണ്ടായത്? അത് ഏത് മാനുവൽ പ്രകാരമായിരുന്നു? ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിന് അങ്ങനെ മാനുവലൊക്കെ തിരുത്താൻ കഴിയുമോ? മാനുവൽ മറികടന്നുകൊണ്ട് അത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമോ? ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങ് ദേവസ്വം ബോർഡുമായി ഒക്കെ സഹകരിച്ചൊരു വ്യക്തി കൂടിയാണ്. ഈ മാനുവൽ തിരുത്താൻ എക്സിക്യൂട്ടീവ് ഓർഡറിന് അധികാരമില്ല എന്ന കാര്യം ഞാൻ സമ്മതിക്കുന്ന ഒരാളാണ്. മാനുവലൊന്നും തിരുത്താൻ പാടില്ല. മാനുവലിന് അടിസ്ഥാനമായി ബോർഡുകളും എക്സിക്യൂട്ടീവ് അധികാരികളും ഒക്കെ തീരുമാനങ്ങൾ എടുക്കുകയും ക്രമങ്ങൾ നടത്തുകയും ഒക്കെ വേണം. തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും എക്സിക്യൂട്ടീവ് ഓർഡറുകളിലൂടെ ഇത്തരം കാര്യങ്ങളിൽ തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരും നിയമത്തിൻ്റെ മുന്നിലേക്ക് വരണം. നിയമത്തിൻ്റെ പിടിക്കുള്ളിൽ അവരും അകപ്പെടേണ്ടതാണ്. എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ആർവിയോട് ചോദിക്കാനുള്ളത്, അങ്ങ് ഇരുന്ന കാലഘട്ടങ്ങളിൽ ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അങ്ങേക്കൊരു അറിവ് പിന്നീട് വന്നല്ലോ. ഏതെങ്കിലും ഒരവസരത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡിനോടോ അല്ലെങ്കിൽ അന്നത്തെ ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ അന്ന് ഗവൺമെൻറ്റിലോ അങ്ങേക്ക് ഇത് ചൂണ്ടിക്കാണിക്കാനും ഇത്തരം അപാകതകൾ ഇവിടെ നടന്നിട്ടുണ്ട്, മാനുവലിന് വിരുദ്ധമായി എനിക്ക് മുമ്പിരുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ കുറ്റപ്പെടുത്തി പറയുകയല്ല, പക്ഷേ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയുമായിരുന്നത് അന്ന് തന്നെ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന ഒരു വിഷ്ഫുൾ തിങ്കിങ് എന്നുള്ള നിലയിൽ ഞാൻ സമർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള പ്രശ്നം എന്താണ്?
നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡിനകത്തുള്ള അല്ലെങ്കിൽ ശബരിമല ക്ഷേത്ര സന്നിധിയിലേക്ക് സമർപ്പിക്കപ്പെട്ട സ്വർണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സ്വർണമാവണമെന്നില്ല, അതൊരു നാണയമായാൽ പോലും അതൊന്നും ഒരാളും അപഹരിക്കാൻ പാടില്ല. അത് ദേവസ്വത്തിൻ്റെതാണ്, ദേവസ്വം മാത്രം അവകാശപ്പെട്ട ഒരു വസ്തുവാണത്. അങ്ങനെയുള്ളത് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഉത്തരവാദപ്പെട്ടവർ തയ്യാറാകണം. അതിന് കേരള ഗവൺമെൻറ് തടസ്സമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തടസ്സമല്ല, മാത്രവുമല്ല അവരെല്ലാ സൗകര്യങ്ങളും അതിന് ഫെസിലിറ്റേറ്റ് ചെയ്യുമെന്നും ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആര് എവിടെ എങ്ങനെ നടന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഇത്ര കൃത്യത സർക്കാരിനുണ്ട്, ദേവസ്വം ബോർഡിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നയാൾ തട്ടിപ്പ് നടത്തിയതായി ഈ ദിവസങ്ങൾക്കകം ബോധ്യപ്പെട്ടതാണ്. ആ പീഠത്തിന്റെ കാര്യത്തിൽ പോലും വളരെ കൃത്യമായി ഇയാൾ ഒരു തട്ടിപ്പുകാരനാണ് എന്ന കാര്യം തെളിയിക്കപ്പെട്ടതാണ്. പീഠം കാണാനില്ല എന്ന് അയാൾ തന്നെ പറയുന്നു. അയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും ഈ പീഠം കണ്ടെടുക്കുന്നു. അപ്പോൾ തന്നെ വലിയ തട്ടിപ്പ് ഇയാൾ നടത്തി എന്നുള്ളത് വളരെ കൃത്യമായി സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് ഉൾപ്പെടെ ദേവസ്വം വിജിലൻസ് ഉൾപ്പെടെ സ്ഥിരീകരിച്ച കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഒരു കേസ് എടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല? ഇന്ന് നോക്കൂ, ദേവസ്വം വിജിലൻസ് അയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ആ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച അയാൾ വളരെ കൂളായി ഇറങ്ങി വരികയാണ്. അയാൾ മാധ്യമങ്ങളോടൊന്നും പറയുന്നില്ല. ചില ചോദ്യങ്ങളൊക്കെ വിജിലൻസ് ചോദിച്ചു, ഞാൻ മറുപടി പറഞ്ഞു. പക്ഷേ വളരെ കൃത്യമായി ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ ഇവിടെ സംശയിക്കപ്പെടുന്ന ആദ്യ പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്തുകൊണ്ട് അയാൾക്കെതിരെ ഒരു കേസ് എടുക്കാൻ തയ്യാറാകുന്നില്ല? അത് ഞാൻ വിശദീകരിക്കാം. ആ കാര്യം ഞാൻ വിശദീകരിക്കാവുന്നത്, ഈ പീഠം എന്ന് പറയുന്ന ഒരു വസ്തുതയെക്കുറിച്ച് അദ്ദേഹം ഈ ആഗോള ശബരിമല അയ്യപ്പ സംഗമത്തിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും അത് ഇപ്പോൾ കാണുന്നില്ല എന്നതൊക്കെയുള്ളൊരു മാധ്യമ സൃഷ്ടി വാർത്തയിലൂടെ വരുന്നത്. അപ്പോഴാണ് ദേവസ്വത്തിൻ്റെ ആളുകളത് പരിശോധിക്കുന്നത്. ദേവസ്വത്തിൻ്റെ ആൾ പരിശോധിച്ചപ്പോൾ എന്താണ് മനസ്സിലായത്? ശബരിമല അയ്യപ്പ ക്ഷേത്ര സന്നിധിയിൽ ഈ പരാമർശിക്കപ്പെട്ട പീഠത്തെക്കുറിച്ച് യാതൊരു രേഖകളുമില്ല. അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൻ്റെതായ വകയായി അങ്ങനെയൊരു പീഠമില്ല. അങ്ങനെ ഒരു പീഠം ഉള്ളതായിട്ട് രേഖയില്ല, ഉള്ളതായിട്ട് സ്റ്റോക്ക് രജിസ്റ്ററിലില്ല, അല്ലെങ്കിൽ നമ്മുടെ മറ്റേതെങ്കിലും രജിസ്റ്ററുകളുണ്ട്. നമ്മുടെ ദേവസ്വം കമ്മീഷണറായി പിരിഞ്ഞ അദ്ദേഹത്തിനറിയാം ഏതൊക്കെ രജിസ്റ്ററുകളിലാണ് ഇതിൻ്റെ എൻട്രി വരേണ്ടതെന്നുള്ളത്. അങ്ങനെ ഒരു പീഠത്തിൻ്റെ എൻട്രി അന്ന് മുതലല്ല ഒരു നാളും ഉണ്ടായിട്ടില്ല. ഇല്ലാത്ത ഒരു പീഠം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് ദേവസ്വത്തിന് ഒരു പരാതി കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അക്കാര്യത്തിൽ കേസ് കൊടുക്കാൻ കഴിയാത്തത്. പിന്നീട് എന്തുകൊണ്ട് ഇത്തരമൊരു പരാമർശം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് അന്വേഷിക്കണം. എന്തിനാണ് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായത്? ദേവസ്വത്തിൻ്റേതല്ലാത്ത ഒരു മുതൽ അത് ദേവസ്വത്തിൽ ഉണ്ടെന്നും അത് കാണുന്നില്ലെന്നും പറഞ്ഞ് ഉണ്ടാക്കിയ പുകമറയുടെ ആന്തരികത എന്തായിരുന്നു എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി അതിനകത്ത് ഉൾപ്പെടേണ്ടതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള വസ്തുതകളൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ഇതിൻ്റെ യാതൊരു തരത്തിലും ഉത്തരവാദപ്പെട്ട ആളല്ല. അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല. പക്ഷേ കഴിഞ്ഞ 40 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് എന്ന് എഴുതി തന്നിട്ടുള്ള ഈ ക്രിയേഷൻസ്, എനിക്ക് പെട്ടെന്ന് വിട്ടുപോയി, ആ ക്രിയേഷൻസിൻ്റെ ഒരു ഗ്യാരണ്ടറുടെ പേര് ഈ സ്പോൺസറുടെ പേരായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവേണ്ടി വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു അതിൽ തന്നെ ഒരു കള്ളക്കളി വളരെ കൃത്യമായി നടന്നിട്ടുണ്ട്. വിജയ് മല്യയല്ലേ ആദ്യത്തെ സ്പോൺസർ എന്ന് പറയുന്നത്? ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളി നിർമ്മിച്ചു നൽകിയത്, സ്വർണ്ണപ്പാളികൾ നിർമ്മിച്ചു നൽകിയത് വിജയ് മല്യയാണ്. അതായത് അദ്ദേഹമാണ് ആദ്യത്തെ സ്പോൺസർ. ഈ പാളിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ
തകരാറുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യപ്പെടേണ്ടത് ആദ്യം സ്പോൺസറോടാണ്. അതിവിടെ ഉണ്ടായിട്ടില്ല. UB ഗ്രൂപ്പിനോട് ആലോചിച്ചിട്ടില്ല. 2, ഈ സ്പോൺസർ തയ്യാറല്ല, സ്പോൺസറെ ലഭ്യമാകാത്ത ഒരു സാഹചര്യമുണ്ടെങ്കിൽ ടെൻഡർ നടപടികളിലേക്കാണ് രണ്ടാമത് പോകേണ്ടത്. അതും ഉണ്ടായില്ല. പകരം കണ്ടെത്തിയതോ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളെ. ഇത് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ 40 വർഷത്തേക്ക് ഇതിൻ്റെ ഒരു സ്പോൺസർ ആകാൻ അല്ലെങ്കിൽ ഗ്യാരണ്ടർ ആവാൻ തക്ക വിധത്തിൽ ഒരു തിരക്കഥ രൂപം കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യ സ്പോൺസറെ തേടിപ്പോകാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അന്തരീക്ഷത്തിൽ നിന്നും ഒരു സ്പോൺസറെ കൊണ്ടുവന്ന് ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ ബന്ധപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, സാഹചര്യ തെളിവുകൾ ചൂണ്ടിക്കാട്ടുന്നതും അങ്ങനെ തന്നെയാണ്. ഒരു പ്രിസംഷൻസിനോട് ചോദ്യം ചെയ്യാൻ ഇപ്പം ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എങ്ങനെ വിജയ് മല്യ എന്ന് പറയുന്ന യഥാർത്ഥ സ്പോൺസർ, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെതാണല്ലോ പണം, ആ സ്പോണത്തിൻ്റെ ആളുടെ കയ്യിൽ നിന്ന് ഗ്യാരണ്ടറായി ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ പരിണമിക്കപ്പെട്ടു എന്നത് അന്വേഷണത്തിന് വിധേയമാക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. എന്തുകൊണ്ട് വിജയ് മല്യ നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് തന്നെയാണ് സർ പറയുന്നത് ഈ 4.5 കിലോ സ്വർണം കാണാതായതിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം ഇപ്പോൾ നമ്മുടെ മുന്നിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ദേവസ്വം ബോർഡും അതുപോലെ സർക്കാരിന്റെ സംവിധാനങ്ങളുമെല്ലാം വളരെ മൃദുഭാവത്തിൽ പെരുമാറുന്ന ഇത് കാണുമ്പോഴാണ് അയാളെ സംരക്ഷിക്കാൻ ചില നീക്കങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അയാളെ സംരക്ഷിക്കുന്നതിലൂടെ ചില വൻ തോക്കുകളിലേക്ക് അന്വേഷണം നീണ്ടുപോകാതിരിക്കാനുള്ള വളരെ കൃത്യമായ ഒരു തിരക്കഥ ഇവിടെ ഒരുങ്ങുന്നുണ്ട് എന്ന് സംശയിക്കുന്നത്